ഇന്നലത്തെ വീഡിയോയിലേ ഒരു കമന്റ് വന്നു കേട്ടോ. വ്യൂവേഴ്സിനെ വിഡ്ഢികളാക്കല്ലേ, ഞങ്ങളുടെ പൊന്നു വിളയുന്ന ഞങ്ങളുടെ പറമ്പിലേക്ക് പോകാം. ചില അസൂയാലുക്കൾ പറയാറുണ്ട് അജുചേട്ടൻ മടിയനാണെന്ന്. അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. വേണ്ടത് കിട്ടിയപ്പോൾ സമാധാനമായല്ലോ ആന്റി. പോയി ചാച്ചിക്കോ. നമ്മളുടെ കുടുംബകാര്യങ്ങളും ഇവിടെ ഞങ്ങൾക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളും അവർക്ക് വായതോ എന്തിരുന്ന് പറയണം. വീഡിയോയിൽ കാണിക്കുമ്പോൾ ഞാൻ ഭയങ്കര മൃഗസ്നേഹിയാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് എനിക്ക് നിങ്ങൾ വേണം. ആ കമന്റുകളുടെ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് ആരാണ്. ചെറുകേട്ടനും ഒപ്പം നിക്കണ്ടാ അപ്പൊ ചായ പോട്ടുമാ. അത്ഭുത പപ്പമരം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്നലത്തെ വീഡിയോയിലേ ഞാൻ പറമ്പില് പണിയെടുത്തിട്ട് അവസാനം ഗ്രില്ല് ചെയ്യില്ലേ, മറ്റേ മീൻ ഗ്രില്ല് ചെയ്യുന്നതിൽ ഒരു കമന്റ് വന്നു കേട്ടോ. സരിത കമന്റ് ഒന്ന് വായിക്കിട്ട് എന്നിട്ട് നമുക്ക് തുടങ്ങാം. മീനാക്ഷി കോവിലം. കഴിഞ്ഞ ആഴ്ച അജുവിൻ്റെ വീട്ടിൽ ഞങ്ങൾ വന്നിരുന്നു. ഗേറ്റ് അടച്ചതു കണ്ട് തിരിച്ചു പോരുമ്പോൾ നിങ്ങളുടെ കൃഷി കാണാമെന്ന് കരുതി. പറമ്പിലെ കൃഷി കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. ഒരു പുല്ലുകൊണ്ടുള്ളൊരു കാട്. അവിടെ മനുഷ്യൻ്റെ പെരുമാറ്റമുണ്ടായിട്ട് കാലങ്ങളായി എന്ന് തോന്നുന്നു. വീഡിയോയിൽ കൂടി തള്ളിമറിക്കുന്നത് കുറച്ച് കുറയ്ക്കൂ. വ്യൂവേഴ്സിനെ വിഡ്ഢികളാക്കല്ലേ. ഇഷ്ടം പോലെ പച്ചക്കറി ആർക്ക് വന്നാലും കൊണ്ടുപോകാം. പുല്ല് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. കഷ്ടം. ഞങ്ങൾ ഇഷ്ടപ്പെട്ടതെല്ലാം വെറുതെ. ഈ പൊട്ടംകളി കൊണ്ട് കുറച്ചു കാലം പിടിച്ചു നിൽക്കാം. ഇങ്ങനെ കമന്റ്. അപ്പൊ ഈ പറയുന്ന ചേച്ചിയാണോ അനിയത്തിയാണോ പെങ്ങളാണോ ശത്രുവാണോ ആരാണെന്നോ മിത്രാണെന്നോ എനിക്കറിയില്ല. അവർ നമ്മുടെ ഇന്നലത്തെ ആ വീഡിയോ കണ്ടിട്ടില്ല. ഞാൻ തുടക്കം തന്നെ ഞാൻ ആ പറമ്പിൽ പോയിട്ട് പുല്ലും കാടാണ് കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് 3 ആഴ്ച എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ കൃഷി ഗംഭീരമാണ്, ആന ഇതാണ്, കുതിരയാണ്, ഇങ്ങനെ കൂമ്പാരം കൂട്ടി നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ചില സാധനങ്ങൾ എന്തോ ഭാഗ്യോ നിർഭാഗ്യോ എന്നറിയില്ല നന്നായിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പച്ചക്കറി തരാൻ ഇങ്ങോട്ട് വരൂന്ന് നമ്മൾ ആരോടും പറയാറില്ല. നിങ്ങൾ എന്നെ വിളവെടുക്കുമ്പോ കാണാറില്ലേ, എന്തോരം കിട്ടാറുണ്ട്. ഇങ്ങനെ പറയാറുണ്ട്. കാബേജ് കണ്ടമാനം ഉണ്ടാവുന്ന ടൈമിൽ ഇവിടെ നിറച്ചിട്ടുണ്ട്, നിങ്ങൾ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാന്ന് പറയാം. ചീര കണ്ടമാനം ഉണ്ടാകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10-20 എണ്ണങ്ങാനും മാക്സിമം ഉണ്ടാവായിരിക്കും, അല്ലാണ്ട് അപ്പൊ അത് തരാം. അങ്ങനത്തെ ചില ചക്ക ഉണ്ട്, ചക്ക വീണ് പോയിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ചക്ക തരാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവര് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കിയത്. ഇങ്ങോട്ട് വന്നേ, ഇവിടെ വേണ്ട അതിശക്തമായ ഒരു CCTV വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമൻറ്റിൽ ഞാൻ ആദ്യം തന്നെ മറുപടി പറഞ്ഞുകൊണ്ടത് നിങ്ങൾ വന്നിട്ടുള്ളത് ഏത് സമയത്താണ്, കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ളത് ഏത് സമയത്താണ്, എത്ര മണിക്കാണ്, എപ്പോഴൊക്കെയാണ് ഞങ്ങൾ 3 പേരും ഇവിടെ ഇല്ലാതിരുന്നതെന്ന് ഞങ്ങൾക്കറിയാലോ. അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ 2 പേരും ഞാൻ സരിതനെ കടയിൽ കൊണ്ടുവന്നാക്കാൻ പോണ ഒരു സമയത്താണ് ഞങ്ങൾ 2 പോകും. അപ്പോൾ ജഗുണ്ട്. പിന്നെ അതുപോലെ ഗേറ്റ് തുറക്കണ ഗേറ്റിന്റെ അവിടെ ആള് വന്നു കഴിഞ്ഞാൽ പട്ടികൾ വരയ്ക്കണ സൗണ്ട് എന്തായാലും വരും. പിന്നെ അത് മാത്രമല്ല ഞങ്ങൾക്ക് സിഗ്നൽ വരും. ഇവിടെ ആര് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മറ്റേ ഞങ്ങളുടെ CCTVയിലെ മറ്റേ ആപ്പില് സിഗ്നൽ ഉണ്ട്. മനുഷ്യന്മാര് വന്നു കഴിഞ്ഞാലേ അതില് വരും, അലാറം വരും. അപ്പൊ കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഒരാളുകൾ വന്നിട്ടില്ല. അപ്പൊ വരാതെ അങ്ങനെ അങ്ങട് നമ്മളെ ഇതാക്കി കമന്റ് ഇട്ട് പോയി ഇങ്ങനെ ശരി അങ്ങനെ വിട്ടാ പറ്റില്ല. ഇനിയിപ്പോ ശരിക്കും അവര് പറയണ പോലെ നമ്മളിവിടെ തള്ളി മറയ്ക്കാറുണ്ടെങ്കിൽ നമ്മള് ചെയ്യണേന് ശരി. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ കൃഷി ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് എല്ലാ സാധനങ്ങളും നന്നായിട്ട് ഉണ്ടാവണം എന്നില്ല, എല്ലായ്പ്പോഴും ജൈവ കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ നമുക്ക് ഈ കൊല്ലം എന്താ പറയുക, ഇപ്പോൾ കൈപ്പക്കായ ഒട്ടും ഉണ്ടായില്ല, പക്ഷെ കഴിഞ്ഞ വർഷം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. ആ ക്ലിപ്പുകൾ നമ്മൾ കളയാണ്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നമ്മളുടെ ഒരു വീഡിയോൻ്റെ ഇടയിൽ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് ഈ അതേ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതറിയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനത്തെ കാണിക്കാറില്ല പറയാറുണ്ട്. നമ്മളെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഞാൻ അതിൽ കമന്റിന് മറുപടി കൊടുത്തു. നിങ്ങൾ വന്ന സമയം പറയൂ, ഡേറ്റ് പറയൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ CCTV ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് നോക്കാതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇവിടെ അവിടെ വരെ കിട്ടും, അവിടെ വരെ കിട്ടും, നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. നല്ല 4K ക്യാമറ തന്നെ വെച്ചേക്കണത്. അപ്പോൾ ഇവർ വന്നിട്ടേ അറിയാം. സത്യത്തിൽ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അപ്പോൾ രസം കേൾക്കണം. ഞാനെന്തൊരു ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് ആ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചപ്പോൾ നമ്മളെ യഥാർത്ഥത്തിൽ അറിയുന്ന ആളുകൾ കമൻ്റ് എടുത്ത് തലേബ് നമ്മുടെ അതിന് വായിച്ചപ്പോഴുള്ള ചിരി വരട്ടാ. പിന്നെ മീന സതീഷൊക്കെ പറഞ്ഞു അജുവും സരിതയും ഒരിക്കലും
അവരെ കൃഷി ഗംഭീരമാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നടന്ന് ഇനി അല്ല നമുക്ക് വിവാദമായി തെക്ക് ഈ വടക്കനിയിലേക്ക് പോകാൻ നമുക്ക് വിവാദം. അപ്പോൾ അവിടേക്ക് പോയിട്ട് നമുക്ക് ഞങ്ങളുടെ പൊന്നു വിളയുന്ന ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്വർണം കുഴിച്ചെടുക്കാറുള്ള ഞങ്ങളുടെ പറമ്പിലേക്ക് പോകാം അല്ലേ ചേട്ടാ? അത് അപ്പോൾ നമ്മൾ നമ്മുടെ നടന്നുകൊണ്ട് വായിക്കാൻ പറ്റില്ല, അത് ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. ഇവിടെയൊക്കെ ആകെ ഞാൻ തന്നെ നിങ്ങളോട് പറയാറില്ല, ഇവിടെ ഫുള്ള് കാടാ. കാടിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ ബാലരമേലൊക്കെ വഴി കാണിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള പോലെ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയാലാണ് നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ പൊട്ടിക്കാൻ പറ്റുള്ളൂ എന്ന്. ചേട്ടന്റെ പണികൾ ഞാൻ തന്നെ പറഞ്ഞു തരാറില്ല. ഒന്നുകിൽ കുറുപ്പിന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന് പറഞ്ഞ പോലെയാ, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഇപ്പൊ 2-3 ദിവസമായിട്ട് നല്ല നീറ്റായിട്ടാണ് ഞാൻ ഇപ്പൊ 2-3 ദിവസമായിട്ട് ചത്ത് പണിയെടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് ഭാഗങ്ങളൊക്കെ ക്ലീൻ ആയി തുടങ്ങി. തയമ്പ് വന്നിട്ട് പൊട്ടിട്ട് കൈ ഇപ്പൊ മടക്കാൻ വരില്ല. അതാണ് പറഞ്ഞത്, എല്ലാ ദിവസവും കുറേശ്ശെ സമയം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ശരീരത്തിനും നല്ലതാണത് പോവും. ഇത് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല, അപ്പോൾ ഇവിടെ ഫുള്ള് കാട് പിടിച്ചു. വരാണെങ്കിലോ വന്ന് കുറേ സമയം പണിയെടുക്കും. അപ്പോൾ അതേ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. എല്ലാത്തിനും വളടാണെങ്കിലോ നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ, ആ കോഴിക്കാട്ടൊക്കെ ഇട്ട് വെച്ചേക്കണ് കണ്ടില്ലേ? അതിന് അതൊക്കെ ഉണ്ടായാ പറയുന്നുണ്ടായി. ഇവിടെ നിറയെ കൊതുക് കേട്ടാ, കുഞ്ഞു പൊടി കൊതുക്. കൊതുകിനൊക്കെ ഞാൻ ആട്ടിത്തരാം. അപ്പോൾ നമ്മളെ ആദ്യ കമന്റ് നമ്മൾ നേരത്തെ കേട്ടില്ലേ, ഇനി അതിന് മറുപടി ഇട്ട് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു കേട്ടാ. അജുവും സരിതയും ഞങ്ങളുടെ കൃഷി ഗംഭീരമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അവരുടെ നെഗറ്റീവും പോസിറ്റീവും ഒരുപോലെ കാണിച്ചാണ് അവർ വീഡിയോ ചെയ്യുന്നത്. പുറത്തെ കാഴ്ചകൾ കണ്ട് ഇതാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ വീടിനകത്ത് കയറ്റിയാൽ എന്താവും സ്ഥിതി? അവർക്ക് ദൈവാനുഗ്രഹമുണ്ട്. ആരെയും വീഡിയോ കാണാൻ അവർ നിർബന്ധിക്കുന്നില്ലല്ലോ. അതന്നെ നമ്മളുടെ വീഡിയോ ഇപ്പോൾ കൃഷി ഭയങ്കരമാണെന്ന് നമ്മൾ പറയാറില്ല. നമ്മുടെ കൃഷി അബദ്ധങ്ങൾ കണ്ട് നിങ്ങൾക്ക് പഠിക്കാം. എങ്ങനെ കൃഷി ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ കൃഷി കണ്ട് പഠിക്കാം. അതുപോലെ ഇപ്പോൾ കുക്കിംഗ് വീഡിയോസ് ഇടാറുണ്ട്, അത് ഗംഭീരമാണ് നമ്മൾ പറയാറില്ല. ചിലത് ഫ്ലോപ്പ് ആവാറുണ്ട്, നന്നാവാറില്ല. നമ്മളുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലിലെ പെടുത്താൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾക്ക് കുറച്ച് സമയം നിങ്ങളുടെ വിഷമങ്ങളും പ്രകൃതികളൊക്കെ മറന്ന് കൂടെ ഇരിക്കുക, അത്ര അതുള്ളൂ നമ്മുടെ വീഡിയോ. അല്ലാണ്ട് നമ്മുടെ വീഡിയോകളൊന്നും ഗംഭീരമൊന്നല്ല. എസ് ബായുഷി, അജു ചേട്ടൻ്റെ തോട്ടത്തിൽ കാലുകുത്തുന്ന നിമിഷം മുതൽ മായകൾ ആരംഭിക്കുകയായി. ഇത് കഥാപ്രസംഗമായി പറയണ പോലെ പറയണം കേട്ടോ, അതുപോലെ ഇരിക്കണം. ഒരു സാധാരണക്കാരൻ അവിടെ ചെന്നാൽ ആദ്യം കാണുന്നത് ആൾപ്പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന കാട്ടുപുല്ലുകളാണ്. മൂർഖൻ പാമ്പിന് പോലും വഴിതെറ്റുന്ന അത്രയും നിബിഡമായ വനം. എന്നാൽ അജുചേട്ടൻ അവിടെ നിൽക്കുന്നത് ഒരു കർഷകൻ്റെ വേഷത്തിലല്ല, ആപത് ബാന്ധവനായ ഭഗവാന്റെ ഭാവത്തിലാണ്. ചില അസൂയാലുക്കൾ പറയാറുണ്ട് അജുചേട്ടൻ മടിയനാണെന്ന്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. പുള്ളിക്ക് പണിയെടുക്കാൻ മടിയാണെന്ന്. എന്നാൽ അതല്ല സത്യം. ഇത് ജപ്പാനിലെ പ്രകൃതി കർഷകനായ മസനോബു ഫുക്കുവോക്കയുടെ ഒന്നും ചെയ്യാതിരിക്കൽ, അതായത് നോട്ടിൽ ഫാമിംഗ് രീതിയുടെ അഡ്വാൻസ്ഡ് വെർഷനാണ്. ഫുക്കുവോക്ക തോറ്റുപോയ ഇടത്താണ് അജുചേട്ടൻ പുല്ല് വളർത്തി വിപ്ലവം സൃഷ്ടിക്കുന്നത്. പ്രകൃതി അതിൻ്റെ വഴിക്ക് വിടുക എന്നതാണ് അജുചേട്ടൻ്റെ നയം. പുല്ല് വളരട്ടെ, കാട് മൂടട്ടെ, അതിനിടയിൽ കിടന്ന് പ്രകൃതി തന്നെ കായ്കനികൾ ഉൽപ്പാദിപ്പിക്കട്ടെ. മനുഷ്യൻ എന്തിനാണ് അതിലിടപെടുന്നത്? എത്ര ദീർഘവീക്ഷണമുള്ള ചിന്താഗതി. അജുചേട്ടൻ വെറും മണ്ണിലല്ല കൃഷി ചെയ്യുന്നത്, മനുഷ്യൻ്റെ മനസ്സുകളിലാണ് ചേച്ചി. അതുകൊണ്ട് ചേച്ചി അടുത്ത തവണ നിങ്ങൾ അജുചേട്ടൻ്റെ പുല്ലുകാട് കാണുമ്പോൾ നെറ്റി ചുളിക്കരുത്. അവിടെ ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ആ പുല്ലുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ദിവ്യമായ അജു ഊർജം നിങ്ങളുടെ ഉള്ളിലേക്ക് ആവാഹിക്കുക. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നിങ്ങളുടെ കുടിലും കൊട്ടാരമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മായാവിക്ക്, ഈ കലിയുഗ കൃഷ്ണന്, ജൈവ കൃഷിഭൂമിയിലെ ചക്രവർത്തിക്ക് നമ്മുടെ ഹൃദയം നിറഞ്ഞ കോടി പ്രണാമങ്ങൾ. അജുചേട്ടൻ്റെ പവർ ലോകം മുഴുവൻ പടരട്ടെ. ഒരു കമന്റിന് റിപ്ലൈ ഇട്ടേക്കണത് ഈ കാണുന്നേ എന്താ അല്ലേ? തലേബിട്ടിട്ടുണ്ട്. ഓ നോ, അത് അപ്പോ അങ്ങനെയാണല്ലേ? ഇതിനെ പറ്റി ഒരു സമഗ്ര അന്വേഷണം ഞാൻ പറഞ്ഞിട്ടുണ്ടേ. CCTV നോക്കിയിട്ട് സമയം ഡേറ്റും പറയാൻ പറഞ്ഞേ. CCTV കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കമന്റ് ഇട്ടിട്ടുണ്ട് അവള്. നിങ്ങൾ എന്തിനാണ് സ്റ്റോറി ടെല്ലർ, നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ വേറൊരാളുടെ വീട്ടിൽ പോകുന്നത് എന്നിട്ട് കുറ്റം പറയുക? കഷ്ടം തന്നെ. നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരുടെ അവസ്ഥ സഹതാപം തോന്നുന്നു. അത് തലേബറിനത് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ സമാധാനമായല്ലോ ആൻറ്റി, ഇനി പോയല്ലോ, പോയി ചാച്ചിക്കോ. അപ്പോൾ നമ്മൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കാലത്ത് നോക്കിയപ്പോൾ ഈ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ സുജിത് ചന്ദ്രൻ എഴുതിയ കമൻറ്റും തലേബ് കമൻറ്റും ഒക്കെ പോയി. ഇപ്പോൾ കാണാനില്ല, ഇപ്പം എല്ലാ കമൻറ്റുകളും കാണാനില്ല, പോയി. ഇപ്പോൾ നമുക്ക് മീനാക്ഷി കോവില.
അപ്പൊ ഇതിപ്പോ നമുക്ക് ആ ചേച്ചി മീനാക്ഷി ചേച്ചി വന്നിട്ട് ഡിലീറ്റ് ആക്കി കളഞ്ഞു. അപ്പൊ ചേച്ചി ഇവിടെ ശരിക്കും വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ എന്തിനാണ് ചേച്ചി ഡിലീറ്റ് ആക്കിയത്? ചേച്ചിക്ക് ആ വന്ന ടൈം പറഞ്ഞാൽ ഇന്ന ദിവസം ഇന്ന സമയത്താണ് വന്നത്, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ CCTV നോക്കിയോ, ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ പറമ്പിലേക്ക് വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്തിനാണ് ചേച്ചി ഡിലീറ്റ് ആക്കിയത്? അപ്പൊ അതിന്റെ അർത്ഥം ചേച്ചി ഇവിടെ വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ചേച്ചി ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത്? പിന്നെ ആ ചേച്ചി അവിടെ മൂന്ന് കമന്റ് ഇല്ല, 7 മാസം മുമ്പ് ഉണ്ടാക്കിയ അക്കൗണ്ടാണ്, കുറേ നാൾ മുമ്പാണ് കമന്റ് ഇട്ടത്. അതിലൊക്കെ കുറ്റം പറയാനേ മാത്രം വന്നിട്ടുള്ളൂ. ഇതേപോലെ തന്നെ നമ്മുടെ ഒരു ആവശ്യമില്ലാണ്ട് ഒരാളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, വിദ്യാധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരാളുള്ള വിദ്യാധരൻ VR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിട്ടയേർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ആളല്ലോ കേട്ടോ. അപ്പോൾ ഞാനത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യാജൻ്റെ കാര്യം പറയാണ്. ഒരു യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് ആരംഭിച്ചു, പുതിയതല്ല കുറച്ച് നാളായിട്ട് മുമ്പ് ആരംഭിച്ചിട്ട്, ഒരു IAM മണി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ട്രോളല്ല, ഇങ്ങനെ ഓരോരുത്തരുടെ ചാനലിനെ ഇങ്ങനെ റോസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, അവർക്ക് വായ തോന്നിയ അഭിപ്രായങ്ങൾ പറയാം. നമ്മളുടെ വീഡിയോന്റെ എടുത്തിട്ട് ഒരു പെണ്ണ് ഒരു ശ്രീനാവിൽ തൊട്ട് മനസ്സിൽ തൊട്ട് പറഞ്ഞിട്ട് പെണ്ണിട്ട് എന്തൊക്കെയായിരുന്നു പറയണേ. തോന്നുന്നു ആ വീഡിയോ ഓരോരുത്തർ അയച്ചു തരുന്നതാണ്, നമുക്ക് നോക്കിയേ നിങ്ങളുടെ വീഡിയോനെ പറ്റിയിട്ട് ഓരോരുത്തർ ഇട്ടേണെന്ന് പറഞ്ഞു. അപ്പൊ അല്ല, നമ്മളുടെ കുടുംബകാര്യങ്ങളും ഇവിടെ ഞങ്ങൾക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളും അവരുടെ ഓരോ വീക്ഷണം, അവരുടെ ഇതിൽ നിന്നുകൊണ്ട് അവർക്ക് വായ തോന്നിയിരുന്ന് പറയണു. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിനെതിരെ പരാതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ നമുക്ക് മെസ്സേജ് ഇടൂട്ടാ, നോക്കിയോ നിങ്ങളെ കുറിച്ചിട്ട് ഓരോന്നൊക്കെ പറഞ്ഞേക്കണേന്ന് പറഞ്ഞിട്ട് നമ്മളത് മൈൻഡ് ചെയ്യാനേ പോവാറ്. നമ്മളെ അങ്ങനെ ജീവിക്കണവർ ജീവിക്കണമെങ്കിൽ കാശ് കിട്ടണമെങ്കിൽ. അതുപോലെ തന്നെ ഒരു വീഡിയോ നമുക്ക് അയച്ചു തന്നു, പറഞ്ഞ അതില് ഒരു കമന്റ് വിദ്യാധരൻ KP എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ നമ്മുടെ അയലോക്കക്കാരനാണ് കേട്ടോ. അയലോക്കത്തുള്ള അയലോക്കക്കാരനാണ് എഴുതുന്നത്. അതായത് നമ്മൾ ഫുള്ള് തട്ടിപ്പാണെന്നാണ് പറയണത്. അതായത് അജു പണ്ട് കാലത്ത് വീഡിയോ എടുക്കുമ്പോഴേ, ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ കാമറയിൽ ഓറ, ടൈസൺ, അംബ്രോസ് ഇങ്ങനെ 4 നായ്ക്കൾ നമുക്ക് ഉണ്ടായിരുന്നല്ലോ. ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഈ നായ്ക്കളെ കൊണ്ട് വിളിക്കുന്നു. ഇവരെ വിളിച്ചിട്ട് നായ്ക്കളെ വീടിൻ്റെ ബാക്കിൽ ഞാൻ കൊണ്ടുവന്നിരുത്തും, എൻ്റെ ഫ്രെയിമിൽ ബാക്കിൽ കൊണ്ടുവന്നിരുത്തും. അപ്പം ഞങ്ങൾ നാട്ടുകാർ പറയുന്നു വിദ്യാധരൻ KP ഞങ്ങളുടെ പോലീസുകാരൻ്റെ പേര് വിദ്യാധരൻ VR എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളുടെ ഈ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് അവിടെ വരെ മതിൽ കെട്ടിയേക്കോ, നല്ല ഹൈറ്റിൽ മതിൽ കെട്ടിയേക്കാണ്, നിങ്ങൾക്ക് അറിയില്ല. അവിടുന്ന് ഈ പറഞ്ഞ അയലോക്കാരെ വീടുകളിലേക്ക് എന്ന് പറഞ്ഞാൽ അതിലേ കമ്പനി പിടിക്കുന്ന പടവരാട് വഴി റോഡ് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 100-150 മീറ്റർ ദൂരത്തേക്ക് പോകണം. മതിൽ കഴിഞ്ഞിട്ട് അവർ വീടിൻ്റെ ഫ്രണ്ട് വശം റോഡിൻ്റെ സൈഡിൽ അത്ര ദൂരം വേണം, അതിലേക്ക് വണ്ടികൾ പോകുന്നതാണ്. ഞാനിവിടുന്ന് വിളിച്ചു കഴിഞ്ഞാൽ ശബ്ദമൊന്നും കേൾക്കില്ല. അപ്പം ഞാൻ ടൈസൺ, കാമറി, അംബ്രോസ്, ലോറ വരൂ നമുക്ക് വീഡിയോ എടുക്കണം, കഴിഞ്ഞവരെ എൻ്റെ പിന്നിൽ നിൽക്കണം. അന്ന് ആ സമയത്ത് പണ്ട് നമുക്ക് ചാനൽ തുടങ്ങിയ സമയത്തുള്ള നമ്മുടെ ചേട്ടൻ്റെ വീഡിയോകൾ, പാചക വീഡിയോകളിൽ കാണാം പിന്നിൽ ചവിട്ടുപടിയും ഈ കാമറി, ലോറ അവരൊക്കെ കെടുക്കുന്നുണ്ടാവും, ടൈസണൊക്കെ കെടുക്കുന്നുണ്ടാവും. അപ്പോൾ ചേട്ടൻ അവരെ വിളിച്ചിട്ട് പറയും നിങ്ങൾ അവിടെ കിടന്നോളോ, ഞാൻ വീഡിയോ എടുത്ത് കഴിയണവരെ, അത് കഴിഞ്ഞ് നിങ്ങൾ പൊക്കോ, പിന്നെ എനിക്ക് നിങ്ങൾ ആവശ്യമില്ല. വീഡിയോയിൽ കാണിക്കുമ്പോൾ ഞാൻ ഭയങ്കര മൃഗസ്നേഹിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങൾ വേണം പിന്നിൽ. അപ്പോൾ അവറ്റങ്ങൾ വരും വീഡിയോ എടുത്ത് കഴിയണവരെ അവിടെ കിടന്ന് സഹകരിക്കും. അപ്പോൾ ഈ വിദ്യാധരൻ എഴുതിയോണ്ട് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിദ്യാധരൻ ഈ ഞങ്ങളുടെ ഈ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനത്തെ ഒരു വിദ്യാധരൻ KP എന്ന് പറഞ്ഞ ഒരാളില്ല. അപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ അയലോക്കാരൻ വിദ്യാരേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചെറുപ്പകാലത്തെ കൂട്ടുകാരനാണ്. ആൾക്കിപ്പോൾ ഒരു 65 വയസ്സായിട്ടുണ്ടാവും. മൂത്ത ചേട്ടൻ്റെയൊക്കെ പ്രായമുള്ള ആൾ ഞങ്ങളുടെ ഒപ്പം പന്ത് കളിച്ചതുള്ളത്. ആള് ഇങ്ങനത്തെ എഴുതേണ്ട ആവശ്യമില്ല, ഈ വ്യാജ പേരിൽ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി വ്യാജ പേരിലാണെങ്കിൽ ആള് വിദ്യാധരൻ എന്നുള്ള പേര് എടുക്കില്ലല്ലോ, വേറെ പേരില്ല. ഇപ്പൊ ഞങ്ങൾക്ക് ആളെ മനസ്സിലായി, ഞങ്ങളുടെ വീട്ടുകാർക്കും ആളെ മനസ്സിലായി. ആ കമന്റ് കുറെ കമന്റുകൾ അയാൾ ആ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം വേറെ വല്ല ചാനലിൽ ഇട്ടേക്കണ കമന്റുകൾ നമുക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളെ കുറിച്ചിട്ടാ പറയണതേ, പിന്നല്ലാണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അത് ആ കമന്റുകളുടെ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ഈ ഫേക്ക് ID ഉണ്ടാക്കിയിട്ട്. അപ്പൊ അത് വായിച്ചിട്ട് അതിന്റെ മറുപടി കറക്റ്റ് അയാൾ പറഞ്ഞേക്കണ ഓരോ ആരോപണത്തിനും മറുപടി ഞങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയാ പല്ലിന്റെ അടകുത്തി ആരിക്കാനും നാറ്റിക്കണ പോലെയാവും. അതുകൊണ്ട് നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്തു. ഇത് കുറെ നാൾ മുന്നേ വന്നേക്കണ കമന്റുകളാണ്, മൈൻഡ് ചെയ്യണേയില്ല ഞങ്ങളത്. നമ്മളെന്താണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ നമ്മളെ കുറിച്ചിട്ട് അപവാദം പറഞ്ഞ് രസിക്കുന്നവര് രസിക്കട്ടെ, അവർക്ക് എന്തുട്ടെങ്കിലും അതിൽ നിന്ന് ഒരു സന്തോഷം കിട്ടുന്നുണ്ടാവും, കിട്ടിക്കോട്ടെ. അവർക്കുള്ള ശിക്ഷ ദൈവം കൊടുക്കും. നമ്മളെന്താണെന്ന് ദൈവത്തിന് അറിയാം. ഒരു കാര്യം മനസ്സിലായി, ഇപ്പൊ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞതും ഒരു തട്ടിപ്പ് കമന്റാണ്. ഈ പറഞ്ഞ വിദ്യാധരൻ KP എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ സമൂഹത്തിൽ നമ്മുടെ
ഇവിടെ പറഞ്ഞ് നടക്കുന്ന ഈ അക്കൗണ്ടും വ്യാജനാണ്. ഇത് നമുക്ക് ഈ AIMMണി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടേക്കണ ആ വീഡിയോയും നമ്മളെ കുറിച്ച് പറഞ്ഞേക്കണ വീഡിയോയും ഈ കമൻറ്റുകളൊക്കെ ഒരു മോളിയാൻഡോ എന്ന് പറയണ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, ഒരു ചേച്ചി. ആ ചേച്ചിയാണ് നമുക്ക് ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങളെ കുറിച്ചിട്ട് വേറൊരു ചാനലിൽ നോക്കിയൊക്കെ എടുക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞു അതൊന്നും ശ്രദ്ധിക്കണ്ട, അവർക്ക് തോന്നിയതൊക്കെ പറയട്ടെ. അപ്പൊ ഞാനിത് പറഞ്ഞത് മാത്രം. അപ്പൊ സുജിത് ചന്ദ്രൻ ചേട്ടാ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് ഭാഗ്യന്ന് കിട്ടിയില്ല, വാച്ച് കളഞ്ഞു. വലിയ കാര്യമൊന്നുമില്ല ചേട്ടാ, നമ്മളിത് ശ്രദ്ധിക്കണമൊന്നുമില്ല. അതേ ഞങ്ങളുടെ കാട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ കാട്ടിലുള്ള സാധനങ്ങൾ ഇപ്പൊ ഞാൻ വന്ന് പറഞ്ഞത് മത്തങ്ങയൊക്കെ നല്ല മനോഹരമായ മത്തങ്ങകൾ ഉണ്ടാവുന്നുണ്ട്. നോക്കിയാൽ നമുക്കിപ്പോൾ അങ്ങനെ ഇതിൽ മത്തങ്ങ ഉണ്ടാവുന്നുണ്ട്, കുറേ മത്തങ്ങകൾ ഉണ്ടാവുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഒന്നുമില്ലെന്നല്ലോ, കാട് പിടിച്ചാലും കാട് പിടിച്ചാലും ഞാൻ അവിടെ ചെത്തി വെടുപ്പാക്കിയപ്പോൾ ഇത് കണ്ട, ഇതൊക്കെ ഇന്നലെ ചെത്തി വെടുപ്പാക്കി കൂട്ടിയതാണ്. ചേട്ടനെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 2-3 ആഴ്ചയായിട്ടൊന്നും ഇങ്ങോട്ട് വരാറില്ല. അപ്പോൾ ഇടയ്ക്ക് എന്നെ വിളിക്കും ഇവിടെ വീഡിയോ എടുക്കാൻ വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയും ചേട്ടനോട് ഞാൻ ഇല്ല പറമ്പിലേക്ക്, പറമ്പ് ആദ്യം ചേട്ടൻ വൃത്തിയാക്കിയിടും, എന്നിട്ട് ഞാൻ വരണുള്ളൂ. എനിക്ക് ഇങ്ങോട്ട് കടന്നാൽ തന്നെ നെഗറ്റീവ് എനർജിയാണ്. അപ്പം എനിക്ക് നല്ല ചീത്ത കേൾക്കും ചേട്ടൻ്റെ. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഈ വാഴയുള്ള വശമൊക്കെ ഞാൻ ഇതൊക്കെ ഇന്നലെയൊക്കെ ഈ കൈക്കോട്ട് കളച്ചിട്ട് ചാണപ്പൊടിക്ക് ഇട്ടിട്ട് മണ്ണിട്ട് കൊടുത്ത് വൃത്തിയാക്കി എല്ലാം വൃത്തിയാക്കി വരുന്നതാണ്. ഇവിടെ വാഴയൊക്കെ ഗംഭീരമായ കായക്കൊല കേട്ടോ, ജൈവ നേന്ത്ര കൊലയാണ്. ഒരു 10-17 കിലോ 18 കിലോ തൂക്കമുള്ള കൊലയാണ് കേട്ടത്. മൂത്തുടങ്ങി കണ്ട. ഇതാണ് ഇത് ഇങ്ങനെ പറയണത് കൊണ്ടാണ് ചേട്ടനോട് പറയണത് തള്ള് നിർത്താൻ. ഇതെന്തൊരു തള്ളു? ഈ ജൈവ കൊല എന്ന് പറയുന്നത് തള്ളാണിത്. അതും തള്ളല്ല, ജൈവ കൊല എന്ന് പറഞ്ഞത് തള്ളാണ്. ഇത് കാണിക്കണതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചാഴി പിടിച്ച പോലത്തെയും കാണിക്കാറുണ്ട്. ചേട്ടൻ പറയാറില്ലേ അവരെ കൊള്ളി പറിച്ചിട്ട് നാണം കെട്ടവെന്നൊക്കെ പറയാറില്ലേ, അതും നമ്മൾ കാണിക്കാറില്ലേ. നമുക്ക് വേണമെങ്കിൽ കൊള്ളി കടടക്കം വലിയ 10-25 കിലോളൊക്കെ കിട്ടും. അത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് 2 ദിവസം നനച്ചിട്ട് അത് പറക്കണത് കാണിക്കുക. അമ്മേ നമ്മുടെ കൊള്ളി ജൈവ കൊള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഇതിട്ടിട്ടുണ്ട്. 7 കൊല്ലം മുന്നേ നമ്മള് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെ, ചെറിയേട്ടൻ്റെ പറമ്പ് ഒരു അണ്ണനെ നിർത്തിയിട്ട് വൃത്തിയാക്കുന്നുണ്ട്. അല്ല വൃത്തിയാക്കല്ല, തെങ്ങിന്റെ കട കളയ്ക്കണു. നമ്മൾ മഴക്കാലത്തിന് മുന്നായിട്ട് തെങ്ങിന്റെ കടകളൊക്കെ കളയ്ക്കും. നമ്മുടെ ഈ കറുപ്പയ്യാണ് ഞാൻ വിളിക്കാന്ന് വിചാരിച്ചാ. പക്ഷെ ആളെ പണികളെല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ അണ്ണൻ്റെ പേരെന്താ? ദണ്ഡപാണി കോവിലകം കേട്ടിണ്ടാ? മുരുകൻ. എവിടെ വീട്? ഊരങ്ക് കള്ളക്കുറിശി പക്കം കടലൂർ. ഓ മലയാളം തരുമാ? ഹിന്ദി നഹിമാലു? ഓൺലി തമിഴ്? நம்ம 100 காசு கேட்டு குருவாயூர் பக்கம் பண்ணி எடுத்து நம்ம அப்பலாம் கைகோட்டு மழுவு இப்படி எந்த எடுக்க വീഡിയോ പാത്തുക്കറ് എണ്ണി വീഡിയോ എടുക്കാം. ഒരു ദിവസം എത്ര തെങ്ങ് കട കളയ്ക്കാൻ മാട്ടേ? കരാറില്ല. വൈകുന്നേരം പറയാം നമുക്ക്. അണ്ണനക്ക് ഇത്തന വയസ്സ് എത്രക്കെ? വയസ്സ് അപ്പന അമ്മ വയസ്സ് എത്ര വയസ്സെന്ന് അറിയില്ല എന്നാൾക്ക്. ആളൊന്ന് പറയാൻ ആള് പണിയെടുത്തോട്ടെ. ഉള്ള തമിഴാളുടെ കളയും. அப்பா அம்மா மறைக்கும் போது ஒரு 10-12 வயசு இருக்கும். பஸ்க்கு இருக்குண்டா அப்போ மிண்டாண்டுக்கு இந்த சேட்டா சாய போட்டுமா? கொடுத்து சேட்டா சாப்பிட்டு கடி ചപ്പാത്തി 2 കൊടുത്ത്. ചപ്പാത്തി കഴിച്ചു. ഓ വരുന്നവർക്ക് 4 തരം ഭക്ഷണമാണ്. കേൾക്കില്ല. ഇവിടെ വരുന്നവർക്ക് 4 നേരം ഭക്ഷണമാണ്. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. അവിടെ வெளிநாட்டுக்கு போய் எடுக்க നമ്മളുണ്ട് കൂടെ. ഫോൺ ഉണ്ടാ? ഫോൺ എങ്കിருக்கு അങ്ങനെയാണ്. നമുക്ക് ഫോൺ കൊടുത്തേ അല്ലെങ്കിൽ ഇതുപോലെ ആവില്ല. ചിന്ന ഫോണില് കാണാൻ പറ്റിருக்கு പറ്റാതിருக்கு. ചിന്ന ഫോൺ എന്താ പറയാ കടയമാട്ട്. ചിന്ന ആൾക്ക് മലയാളം ചുക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? ചെറിയേട്ടനും ഒപ്പം നിക്കണ്ടാ. ആള് കോരിയിടൂല്ലേ?
അതായത് ചെറിയേട്ട പറഞ്ഞത് നമ്മുടെ പണ്ടത്തെ തെങ്ങിന്റെ കട കളക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെങ്ങിന്റെ കടഭാഗമാണ് ശരിക്കും മാന്തി വേരൊക്കെ പൊട്ടിക്കണം ഓ കട നമ്മൾ അങ്ങനെ ചെയ്യാതെ ചെയ്യും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അല്ലേ? ഇപ്പോഴത്തെ രീതി ഇങ്ങനെയാണ്. നോൺ സ്റ്റോപ്പ് പണിയൊന്നും വേണ്ട. ഒരു ദിവസേ നമ്മള് ഒരു അണ്ണനെ പണിക്ക് പിടിച്ചുട്ടാ. ആള് വഴിയിലത്തെ പുല്ല് ചെത്താനായിട്ട് ആള് വെറുതെ ഫോൺ വിളിക്കുക, വീഡിയോ വലിക്കുക, മുറുക്കാൻ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു 10-12 മണി വരെ ഇയാൾ പണിയണില്ല. ഞാനെ ചെന്ന് ഒപ്പം നിന്നാണ് പണിയാൻ തുടങ്ങി. പിന്നെ ആൾക്ക് ഒരു നിമിഷം ഇരിക്കാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ ഈ വീഡിയോ വലിക്കുന്ന സിഗരറ്റ് വലിക്കില്ല, ഒന്നും ചെയ്യുന്നില്ല. അവസാനം ആള് തവിട്ട് പൊടിയിട്ട് ജഗതി മറ്റേ ഇതിൽ പോണ പോലെയാ. നമ്മുടെ കബഡി കളിച്ചിട്ടേ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ടേ ഇല്ല പൊരിഞ്ഞ പോരാട്ടമായി എന്ന് പറഞ്ഞിട്ട് ആള് പോയി. പിന്നെ ആളോട് പറഞ്ഞു നാളെ പണിക്കുമെന്നുള്ളത് പറഞ്ഞപ്പോഴേ ആള് പിന്നെ വന്നില്ല ഈ പണിക്ക്. അപ്പോൾ ഇവരൊപ്പം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരു പണി ചിലപ്പോൾ ഇയാൾ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടാ. ചെറിയേട്ടൻ്റെ പല വിക്രിയകൾ നമ്മൾ കാണിച്ചു തരാ നമുക്ക് ചെറിയേട്ടൻ കാണിച്ചു തരാറുണ്ട്. അത് നമ്മൾ നിങ്ങൾക്കും കാണിച്ചു തരാറുണ്ട്. അപ്പോൾ ചെറിയേട്ടൻ നേരത്തെ ഞങ്ങൾ ഇവിടെ പറമ്പിലേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു പപ്പ മരമുണ്ട്, അത് നിങ്ങൾക്ക് കാണേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനാണ് പോകട്ടെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞേ ഇപ്പം നേരല്ലേ എന്നിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം. നമുക്ക് അത്ഭുത ചെറുനാരങ്ങ കാണിച്ചു തന്നിട്ടുള്ള പോലെ അത്ഭുത പപ്പമരം. ഈ പപ്പ അതേപോലെ ചേട്ടാ, ഇത് പിടിച്ചാലേ അറിയുള്ളൂ. ആണോ? അപ്പോൾ ഇതാദ്യം കാണാം. പപ്പ ഒന്ന് കണ്ട ഇതേണ്ട പപ്പ എന്തോരുണ്ട്. ഇതൊക്കെ അതേ ടൈപ്പാണത്. ഓരോ നമ്മൾ നോക്കിയത് 4 ഓരോ നമ്മൾ കണ്ടാ കണ്ടാ പപ്പയ്ക്ക് പൈത്യം വന്നു. ഭ്രാന്ത് വരുമ്പോഴാണ് ഇങ്ങനെ എടുത്ത് നടത്തി അല്ല. അതൊന്നല്ല, ആള് വേറെ എന്തൊക്കെയാണ് പറഞ്ഞത്. കുറേ ദിവസം ഇവിടെ വേണ്ട, ഞാൻ ഒരു പുല്ല് മുളയ്ക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ തന്നെ അത് ഏത് വർഷക്കാലമായാലും പിന്നെ കുറേ പൊട്ടിച്ചു. ഇതേപോലത്തെ അതെപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ഇതിങ്ങനെ മുട്ട അതിൻ്റെ ഒപ്പം ഞാനെന്നാ 5-6 പൊട്ടിച്ചു ഇപ്പോൾ എടുത്ത്. ഇത് തമ്മിലൊക്കെ 2 നിറച്ച് കിടക്കുന്നുണ്ട്. അത് ഈ വളമിട്ട് കൊടുക്കണതിന് നമ്മൾ വളം എപ്പോഴും മീനിൻ്റെ വെള്ളം അല്ലെങ്കിൽ ഇറച്ചി വെള്ളം അങ്ങനെ എനിക്ക് നിറച്ചണം ചുറ്റും. ഇതേ പുതിയത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അതേ ടൈപ്പാണ് ഈ സാധനം. നോക്കി കണ്ട, ഇത് ഞാൻ പൊട്ടിച്ചുവിട്ടാൽ 5 നോക്കേ നോക്കിയേ. അത് മറിഞ്ഞു വീണൊന്നും പറയാനില്ല. എന്നുവെച്ചാൽ വർഷക്കാലം അവനെ പോകുന്നു. നല്ല നോക്കും. ഇതിപ്പോൾ ഞാൻ പൊട്ടിച്ചാണ് എവിടെയൊക്കെ പൊട്ടിച്ചാണ്. ഒരു 4 കിലോനൊക്കെ ചവിട്ടത് ഇതിപ്പോൾ തുടങ്ങിയതാണ്. ഞാൻ തൈ വാങ്ങണ്ടല്ലോ ഇവിടെ. ഇതൊക്കെ ഇവിടെ ഞാൻ പപ്പായതിനും ഇവിടെ പറമ്പിലേക്ക് എറിയും. അങ്ങനെ മുളച്ച് വരുന്ന കട ഇതേ കടയാനില്ല അവിടെ. ഇതൊക്കെ കുത്തുകൊടുത്ത് നോക്കണം ഞാൻ. ശരിക്കും ഫുള്ള് പിടിച്ചു ഇത് എത്ര നാളിങ്ങനെ നിൽക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം മഴക്കാലാണ് വരുന്നേ, ഉറുപറ്റ് ഇവിടെ പെട്ടെന്ന്. പപ്പയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് അതുപോലെ നമ്മൾ നോക്കണത് ദിവസം ഇങ്ങനെ മീൻ വളം ഇതൊക്കെ ഒഴിച്ചോടാൻ അങ്ങനെ ഉണ്ടാവണ്. അല്ലെങ്കിൽ ഇത് ഒരിക്കലും വലുതാവില്ല. ഇങ്ങനെ അവിടെ കണ്ട പോലെ ചെറുതായിട്ട് നിൽക്കും. ഇത് വളം ഒഴിച്ച് കൊടുത്ത് നമ്മളത് ഒഴിച്ച് നാടൻ വളങ്ങൾ കണ്ടോ, ഇംഗ്ലീഷ് വളം. വെള്ള കളർ കാണുന്നത് മറ്റേ സാധനം മില്ലിബഗാണോ? ഞാൻ പൊടി അടിച്ചു. ഈ പപ്പായ കൊണ്ടുള്ള ഒരു ചപ്പാത്തി നമുക്ക് ചെയ്യാട്ടാ. അത് ചെറിയേട്ടൻ ഇന്ന് ഒഴിവുള്ളപ്പോ ഞങ്ങൾക്ക് കഴിക്കാൻ കൊണ്ടുവന്ന് തന്നു ചെറിയേട്ടൻ, അതിലത്തെ കറിയൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു ഗംഭീരമായൊരു ഹെൽത്തി ഫുഡായിരിക്കും അത്. ചപ്പാത്തി നമുക്ക് ഷുഗർ ഉള്ളവർക്ക് ചോറ് കഴിക്കും, നമ്മൾ ചപ്പാത്തി കഴിക്കും. പക്ഷെ പല ഡോക്ടർമാരും പറയും ചോറിലും ചപ്പാത്തിയിലും കാർബോഹൈഡ്രേറ്റ് വലിയ അളവിൽ വ്യത്യാസമില്ലാന്ന്. അപ്പോൾ നമുക്ക് ആ ഗോതമ്പ് പൊടിയുടെ അളവ് കുറച്ചിട്ട് ചപ്പാത്തി ഈ മറ്റേ മത്തങ്ങയൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്ന സമയത്ത് മത്തങ്ങ ആയിരിക്കും ചേർക്കുക അല്ലേ. ഇത് പപ്പായ കൊണ്ടാണ് ചെയ്യാട്ടാ. അതിന്റെ വീഡിയോ നമ്മൾ എടുക്കാം. എന്താണോ അത് അനിലൻ ചേട്ടൻ്റെ വീട്ടിലിപ്പോൾ മത്തങ്ങ ഇഷ്ടം പോലെ ഉണ്ടായി. അപ്പോൾ അനിലൻ ചേട്ടൻ പറഞ്ഞത് അതാ, ചെറുകേട്ട വീട്ടിലുള്ള കാരണം ഒന്നും നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകില്ല ഒരു പച്ചക്കറി. 4-5 പൊട്ടിച്ചൂടെ ഇവിടുത്തെ. അതെ, ജഗ്ഗു പറഞ്ഞു ഒരു ദിവസം വെല്ലിശൻ അവിടുത്തെ പപ്പമരം കൊണ്ടുവന്ന് കാണിച്ചു തന്നു എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. 4 മാസം 5 മാസമൊക്കെ ആയിട്ട് വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയേട്ടൻ്റെ വീട്ടിലുണ്ടാവണ പച്ചക്കറി എന്ന് പറഞ്ഞാൽ ചെറിയേട്ടൻ മാക്സിമം അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടേ അതിനെ നശിക്കാൻ വിടുള്ളൂ. 4-5 മാസം എത്തിയതാണത്. ഇപ്പോഴും കണ്ട ഇതിനെ നമ്മളേക്ക് ഇത്ര ഹൈറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ അതുപോലത്തെ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ചേട്ടൻ അതൊക്കെ വലിച്ചു കളയും. അതിന് പിന്നെ നിർത്തില്ല, അവിടെ ഒക്കെ വലിച്ചു കളഞ്ഞിട്ടുണ്ടാവും.
ഇതിനിതേ കളഞ്ഞിട്ടില്ല. ഇത് 4-5 മാസമായിട്ട് ഇതേ ഇപ്പോഴും ഇതും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക കണ്ട. അതുപോലെ ചെറിയ വെണ്ടക്കായ ഉണ്ടാവല് കഴിഞ്ഞാൽ അതിനൊക്കെ വെട്ടി നിർത്തും. അപ്പം അതിനൊക്കെ വീണ്ടും നിറയെ അപ്പുറത്തും ഇപ്പുറത്തും ചില്ലകളോട്ട് അതുമ്പോൾ പിന്നെയും ഉണ്ടാവും. പച്ചമുളക് വർഷകാലത്ത് നല്ല വെയിലും കിട്ടൂടി. ആ ഇവിടെ തുറന്നു കിടക്കല്ലേ അല്ലേ. ആ റൗണ്ട് ഇട്ട് കൊടുത്താണ്ട് ഇവിടെ. പിന്നെ ഇതുമാതിരി എത്ര കാലമായിട്ട് ചക്ക ഉണ്ടായിട്ടില്ല. ഇത് എത്ര കൊല്ലത്തെ പ്ലാവാ? 30 കൊല്ലൊക്കെ പ്ലാവ് ഇതുവരെ അമ്മ അമ്മ വെച്ചിട്ടുള്ളതാണ് ഈ പ്ലാവ്. ഇത് ഇതുവരെ ചക്ക ഉണ്ടായിരുന്നില്ല. മറ്റേ മോതിരവള എന്ന് പറയുന്ന സാധനം അത് ഇട്ടതിന് ശേഷം ടേസ്റ്റ് ഉണ്ടോ ഈ ചക്ക? ഭയങ്കര ടേസ്റ്റ് അല്ലേ? അതെ, ഭയങ്കര മധുര. കണ്ടത് കുഴിച്ചിട്ടുള്ളതൊന്നും അതിലും പഴക്കമുള്ളതാ. അതെ, ഇത് ഒക്കെ ഇങ്ങനെ കെട്ട് അല്ലാണ്ട് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ഒടിഞ്ഞ് നിലത്തേക്ക് വീഴുള്ളൂ. ഞാൻ കമ്പി വെച്ചിട്ട് പിന്നെ ഇതുമ്പിലേക്ക് കെട്ടി കഴിഞ്ഞാൽ ഇതുമ്മ കെട്ടി വിടാലോ മുകളിലേക്ക്. നമുക്ക് പൊട്ടിക്കല്ലേ വേണ്ടോ. ഇതും ദിവസം ഇങ്ങനെ കിടക്കി വെള്ളം ഒഴിച്ചു കൊടുക്കൂട്ടാ. എന്തെങ്കിലും ചാണ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കും. ചായ കുടിച്ച വെള്ളം അല്ലെങ്കിൽ അങ്ങനെ അല്ലാണ്ട് വേറെ സ്ഥലത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. അതിപ്പോ ഈ വേണ്ടെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ആവശ്യത്തിനുള്ള വളം ചെയ്യുക. അപ്പൊ അത് കിട്ടും. കൊല്ലത്തേക്കുള്ളത് ഒറ്റയടിക്ക് കൊണ്ടും തട്ടല്ലേ ചെയ്യാൻ. ഇതൊക്കെ കണ്ടു പഠിക്കും. മുറിച്ച് കളഞ്ഞു കണ്ട. അപ്പൊ അതെ കണ്ട, ഇത് മിണ്ടാവല് മെയിൻ ആയിട്ടുള്ള ഇത് മിണ്ടാവല് കഴിഞ്ഞപ്പോ ഇത് കട്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ സൈഡിൽ നിന്നൊക്കെ കണ്ട മുളക്കിന് അതും മിണ്ടായി കിട്ടും. ഇങ്ങനെയാണ് ചേട്ടൻ എല്ലാത്തിനെയും മാക്സിമം ഉപയോഗപ്പെടുത്തും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആ അണ്ണൻ ഇവിടെ എത്തി, ഈ സൈഡിലേക്ക് എത്തി. അണ്ണാ തൂമ്പാമലത്തെ മണ്ണ് ക്ലീൻ കരയെങ്കോന്നേ ക്ലീൻ പണ്ണുങ്കോ. ആ മണ്ണ് മണ്ണിനറിയാം അല്ല മണ്ണ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിലേ അപ്പോൾ ഒരു കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞ് ചെറിയാണ്ട് അവിടെ വരെ എത്തി. ഈ ആ കൊട്ടൽ എന്തെങ്കിലും ഇപ്പോൾ പൊട്ടിക്കാനുണ്ട്, വെണ്ടക്കായ അതൊക്കെ പൊട്ടിക്കണ്ട. പപ്പക്കായ വരണം പൊട്ടിച്ചേരട്ടെ. എവിടെ നമ്മൾ കൊട്ട വെച്ച എവിടെയാ ഓർമ്മയില്ല? പപ്പക്കായ ഇപ്പോൾ കൂട്ടാൻ വയ്ക്കാനല്ലേ? ഏതായാലും കുഴപ്പമില്ല. അത് ഞാൻ പാടുത്തിനിക്കും അതൊക്കെ പൊട്ടിച്ചോ. വെണ്ടക്കായ പൊട്ടിച്ചോ. ചീര നീ വേണ്ടല്ലോ. ചീര ഇപ്പൊ കൂട്ടാൻ വെക്കണ്ടെങ്കിൽ പൊട്ടിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ വഴുതിനി എല്ലാം പൊട്ടിച്ചോ. ചള്ള നല്ല ടേസ്റ്റ് ആയിരിക്കും. പപ്പായ ഇടുന്നുണ്ട് കേട്ടോ. നീ വഴുതിനി പൊടിച്ചു. ആ കൊട്ടയെടുത്ത അല്ല വെണ്ടക്കായ ഇങ്ങനെ ഒടിക്കുക. ഞാൻ പൊടിച്ചത് വെണ്ടക്കായ കേട്ടാ. ആകെ മേല് ഇതിങ്ങനെ ഒടിക്കാൻ പറ്റും കേട്ടാ. ചള്ളുകളായിരുന്നു ഒടിക്കാൻ പറ്റും കേട്ടാ. ഞാൻ വെണ്ടത്തെ പൊട്ടിച്ച് ഒരു ഇത് കഴിഞ്ഞ് ദേവരൻ ഇതുവരെ കാണാണ്ട് മൂത്തതാണ്. എൻ്റെ കയ്യിൽ കണ്ണിൽ പെട്ടില്ല. വേണ്ട, ഈ പടവലയും പൊട്ടിക്കാല്ലേ കേട് വരും. വേണ്ട, ഈ 2 പടവലയും പൊട്ടിക്കാം. അത് വേണ്ടല്ലേ. 2 പടവലയും പിന്നെ ഉണ്ടാവണ്ട കേട്ടാ. ഇത് ശ്രീദേവി ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നെ. പിന്നെ നമ്മൾ പടവലങ്ങ കിട്ടുമ്പോൾ ആ വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ച് ഉപ്പും ഒരു പച്ചമുളക് അങ്ങനയിൽ കീറിടും. എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കുക അല്ലേ? നല്ല ടേസ്റ്റാ. വെണ്ടക്കായ കൂടി ഇത്രയൊക്കെയാ ഞങ്ങൾക്ക് കിട്ടാറല്ലോ. ഇതിനാണ് ഞങ്ങൾ ഇവിടെ നമ്മൾ പിന്നെ കാണിക്കണത് അനിലും ചേട്ടൻ്റെയൊക്കെയല്ലേ. അനിലും ചേട്ടൻ്റെ ഇപ്പോൾ ചെറുചേട്ടൻ്റെ അവിടത്തേക്കല്ലേ നമ്മൾ ഭയങ്കര പിന്നെ കണ്ടമാനം ഉണ്ടാവണതൊക്കെ കാണിച്ചു തന്നിട്ടുള്ളത്. നമുക്കതൊന്നും കാണിക്കാൻ ഒരു മടിയുമില്ല. അപ്പോൾ നമുക്കതിൽ കമൻറ്റ് വരാറുണ്ട്, അവർ സ്വന്തം കൃഷി മോശമായിട്ട് അവരുടെ കൃഷി എന്തുട്ടാ ചേട്ടാ ഇതെന്തുട്ടാ എന്ത് പ്രാണികളത്? ഈച്ചകളൊക്കെ വരും. ഇങ്ങനെ ആരെങ്കിലും വരാണെങ്കിൽ ചാർലി അവിടെ നിന്ന് കുരയ്ക്കും. ഇവിടേക്ക് ആരും വന്നിട്ടില്ല. ഇതേ അവിടെ അറ്റത്ത് വരുന്നിട്ടുള്ള അറിയാം വല്ലവരും വരുന്നുണ്ടെങ്കിൽ. പക്ഷെ എന്തിനാണ് ആ ചേച്ചി ഇങ്ങനെ ഒരു കമന്റ് ഇട്ടതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. മാച്ച് കളഞ്ഞോടുകൂടി വ്യാജനാന്ന് മനസ്സിലായി നമുക്ക്. അപ്പോൾ ഇത് പറയാനാണ് നമ്മൾ ഇന്ന് വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളറിയാം. നമ്മൾ നിങ്ങൾക്ക് തട്ടിപ്പും പത്തിക്കും നമ്മൾ കാണിച്ചു തരില്ല. കാണിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ എന്താണോ അതന്നെ നിങ്ങൾക്ക് കാണിച്ചു തരില്ല. അതെ, അങ്ങനെ ആളുകളെ പറ്റിച്ച് അപ്പൊ ചിലപ്പോ കുറെ വ്യൂസ് ഒക്കെ കിട്ടുമായിരിക്കും.
ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് വെണ്ടക്കായ ഉണ്ടായി, ആ വെണ്ടക്കായ ഉണ്ടായത് നമ്മൾ പൊട്ടിക്കണത് പല പല ആംഗിളിൽ നിന്ന് എടുത്തു. എന്നിട്ട് നമ്മൾ കടയിൽ നിന്ന് കുറേ ഒരു 5 കിലോ വെണ്ടക്കായ വാങ്ങിച്ചു വന്നിട്ട് ഈ വെണ്ടക്കായ കൂടെ കൂട്ടിയിട്ടേ ഇത് മുഴുവൻ ഞങ്ങൾക്ക് കിട്ടിയതാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളത് ദൂരം ഉണ്ടാവണമെന്ന് നിങ്ങൾ വിശ്വസിക്കും. അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ എഡിറ്റ് ചെയ്ത് വീഡിയോകളെ നമുക്കേ പലതും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വീഡിയോകളെ ഈസിയാണ് പറ്റിക്കാനായിട്ട് ആളുകൾ. അപ്പം അങ്ങനെ പറ്റിക്കാൻ നമുക്ക് താല്പര്യമില്ല. ചേട്ടൻ എന്നിട്ട് ഒരു കുഞ്ഞു നുണ പറയുമ്പോൾ വരെ ഞാൻ അപ്പം തന്നെ പൊളിക്കാറില്ലേ, ഇത് ഇങ്ങനെയല്ലാട്ടാ ഇങ്ങനെയാട്ടാ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് അങ്ങനെ വേണ്ട, നമുക്ക് നേരായ രീതിയിൽ കിട്ടുന്ന വ്യൂസ് മതി അല്ലേ? ക്ലോസ് ഷോട്ടുകൾ മാത്രം എടുത്താൽ മതി.